JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ പിള്ള. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ 1201 ആണ്ട് ചിങ്ങമാസം ഗ്രഹണം നടക്കുന്നുണ്ട്, ചന്ദ്രഗ്രഹണം. ഈ വർഷം, അതായത് 2025 നമ്മുടെ രാജ്യത്ത് ദൃശ്യമല്ലാത്ത ഒരു ഗ്രഹണം നടന്നു. അപ്പൊ അതിവിടെ ദൃശ്യമോ ആചരണീയമോ ഒന്നും അല്ല എന്ന് പഞ്ചാംഗത്തിലൊക്കെ കൊടുക്കുകയും ചെയ്യും. പക്ഷെ അത് വെച്ച് കോടീശ്വര യോഗം, രാജയോഗം, മറ്റേ യോഗം, മത്സ്യയോഗം എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ ചില വീഡിയോ ഒക്കെ ഇട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗ്രഹണത്തെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. ഗ്രഹണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഏത് ഗ്രഹണമായാലും അതിൻ്റെ പ്രകാശത്തെ അല്ലെങ്കിൽ അതിനെ മറയ്ക്കുന്ന ഒരു പ്രതിഭാസമാണ് ഗ്രഹണം. സൂര്യഗ്രഹണമാണെങ്കിൽ സൂര്യനെ മറയ്ക്കുക, അപ്പൊ പകൽ സമയത്ത് നമുക്ക് ഇരുട്ട് അനുഭവപ്പെടുന്നു. ചന്ദ്രഗ്രഹണമാണെങ്കിൽ അത് പൗർണമി ദിവസമാണ് സാധാരണ ചന്ദ്രഗ്രഹണം നടക്കാറ്. അപ്പം നല്ല സുന്ദരമായ വെളിച്ചം രാത്രിയിൽ ലഭിക്കേണ്ട ചന്ദ്രനെ മറച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ഇരുട്ടാക്കുക. അപ്പം ഇത്തരത്തിലുള്ള ഗ്രഹണം, അതുപോലെ ഭൂകമ്പം, ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളോ ഗ്രഹണമോ, സൂര്യഗ്രഹണമോ ആയിക്കോട്ടെ ചന്ദ്രഗ്രഹണം ആയിക്കോട്ടെ, ഏതായാലും അതൊന്നും ശുഭഫലം നൽകുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ജനനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഓരോരുത്തരുടെയും ജനനം അനുസരിച്ചാണല്ലോ നമ്മൾ ജാതകം കൈകാര്യം ചെയ്യുന്നതും അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പൊ ഗ്രഹണ സമയത്ത് ജനിക്കുക, അതുപോലെ തന്നെ കർത്തവാവ് ദിവസം രാത്രിയിൽ ജനിക്കുക. പകൽ ജനിച്ചാൽ കുഴപ്പമൊന്നുമില്ല, കാരണം പകൽ സൂര്യനാണ്, സൂര്യന്റെ പ്രകാശമുണ്ട്. രാത്രിയിൽ ജനിക്കുക, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസം രാത്രി ജനിക്കുക. ഇങ്ങനെ അതുപോലെ സൂര്യഗ്രഹണം ഉള്ളപ്പോൾ ആ ഗ്രഹണ സമയത്ത്, അപ്പം വെട്ടമില്ലല്ലോ, സൂര്യപ്രകാശം ഇല്ലാത്ത സമയമാണ്, ആ സമയത്ത് പകല് ജനിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെയേറെ ദോഷത്തെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ചിങ്ങമാസത്തിൽ, അതായത് 1101 ആണ്ട് ചിങ്ങമാസത്തിൽ ചന്ദ്രഗ്രഹണമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പൊ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ചിങ്ങമാസം 22-ാം തീയതി, അതായത് സെപ്റ്റംബർ 7 ഞായറാഴ്ച രാത്രി ആണ് ഈ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നത്. അന്ന് വെളുത്തവാവാണ്. രാത്രി 9:50 ഗ്രഹണം തുടങ്ങും. രാത്രി 1:22, അതായത് 1:20 1:30 ഇടയ്ക്ക്. സാധാരണ നമ്മുടെ ഇവിടുത്തെ സ്ഥിതി അനുസരിച്ച് 1:22, 23 ഗ്രഹണം അവസാനിക്കുകയും ചെയ്യും. അന്നത്തെ ദിവസം, അതായത് ചിങ്ങമാസം 22 ഞായറാഴ്ച രാത്രിയിൽ ഈ ഗ്രഹണം നടക്കുന്ന ദിവസത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചതയ നക്ഷത്രമാണ്. അന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ദിവസത്തിനും ഓരോ വിശേഷമുണ്ടല്ലോ. ശ്രീനാരായണ ഗുരു ജയന്തി ദിനം കൂടിയാണ്. ആ രാത്രിയിലാണ് ഈ ഗ്രഹണം നടക്കുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളൊക്കെ പകലാണ്. അതുകൊണ്ട് ഞാനങ്ങ് സൂചിപ്പിച്ചു എന്നുള്ളൂ ആ ദിവസത്തിന്റെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഉമാമഹേശ്വരി വ്രതത്തിന് ഏറ്റവും നല്ല ദിവസവുമാണ് ഈ 22-ാം തീയതി ഞായറാഴ്ച, ചിങ്ങമാസം 22-ാം തീയതി ഞായറാഴ്ച, അത് സെപ്റ്റംബർ 7. അപ്പൊ ഇവിടെ ഈ ഗ്രഹണം നടക്കുന്ന രാശി ഏതാണ്, അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ ചതയ നക്ഷത്രം ആവുമ്പോൾ, ചതയ നക്ഷത്രത്തിലാണ് ഗ്രഹണം തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്, ഗ്രഹണം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുംഭൻ രാശിയാണ് അവിടെ വരുന്നത്, അതായത് കുംഭക്കൂർ. അപ്പൊ ഇവിടെ കുംഭക്കൂറിലെ ചതയം നാളെന്ന് പറയുമ്പോൾ ചതയത്തിന്റെ അനുജന്മ നക്ഷത്രങ്ങൾ, അതുപോലെ ഓരോ ഗ്രഹങ്ങളുടെയും ചില നക്ഷത്രങ്ങളെ ഞാനിവിടെ സൂചിപ്പിക്കാം. ഇത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, ചില നക്ഷത്രക്കാർ ശ്രദ്ധിക്കാനും അവരുടേതായ പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാനും വേണ്ടിയാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ചന്ദ്രനാണല്ലോ ഇവിടെ പ്രാധാന്യം വരുന്നത്, ചന്ദ്രനെയാണല്ലോ മറയ്ക്കുന്നത്. അപ്പൊ ചന്ദ്രൻ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മനസ്സ്. അപ്പൊ ഏതൊരു കാര്യത്തിനും മനസ്സിനൊരു സുഖവും സ്വസ്ഥതയും സന്തോഷവും ഇല്ലെങ്കിൽ പിന്നെ രാജാവാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ മനസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചന്ദ്രൻ. അതുപോലെ ദേഹകാരകനാണ്, ആത്മകാരകൻ സൂര്യനും ദേഹകാരകൻ ചന്ദ്രനുമാണ്. അപ്പൊ ദേഹത്തിന്റെ കാര്യങ്ങൾ, ശരീരത്തിനെ സംബന്ധിക്കുന്ന
ആരോഗ്യസ്ഥിതിയും ശരീരത്തിൻ്റെ സുഖം ഇതൊക്കെ തരുന്നതും ചന്ദ്രനാണ്. അതുപോലെ ബുദ്ധി സംബന്ധമായ കാര്യങ്ങൾ, മനസ്സിലാണല്ലോ തോന്നൽ വരേണ്ടത്. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അത് ശരിയായാലും തെറ്റായാലും ആദ്യം തോന്നുന്നത് മനസ്സിലാണല്ലോ. വീണ്ടും വിചാരം നടത്തുന്നതും ബുദ്ധി കൊണ്ട് മനസ്സിൽ തന്നെയാണ്. ചെയ്യണോ വേണ്ടായോ, ശരിയാണോ തെറ്റാണോ, അങ്ങനെയുള്ള കാര്യം. പിന്നെ മറ്റൊന്ന് ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യമാണ് സുഖം. മനസ്സിൻ്റെ സുഖമായാലും ശരീരത്തിൻ്റെ സുഖമായാലും, ശരീരത്തിനും മനസ്സിനും സുഖമുണ്ടെങ്കിൽ അതൊരു പരമാനന്ദ സുഖം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മറ്റൊന്ന് ചന്ദ്രന് അമ്മയെ സൂചിപ്പിക്കും, മാതാവ്, അതുപോലെ സ്ത്രീകൾ, ഇവരെയൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ രാത്രി സമയത്തെ സൂചിപ്പിക്കുന്നതും ചന്ദ്രനാണ്. സമ്പത്ത്, ഉദ്യോഗം, കീർത്തി, അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറേ ദിക്ക്, ഇതെല്ലാം ചന്ദ്രൻ സൂചിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. രവി ശുക്രലോഹിത തമ സൗരേന്ദ്രവിത് സൂര്യ എന്നൊക്കെ അതിന് ദിക്കുകളെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനീ പറഞ്ഞത് ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ ചന്ദ്രനെ സംബന്ധിക്കുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു നല്ല ഫലമായിരിക്കില്ല, അല്ലെങ്കിൽ സന്തോഷമായിരിക്കില്ല. പലതരത്തിലുള്ള വിഷമതകളും പ്രയാസങ്ങളും നമുക്കുണ്ടാകാം. ലോകത്തും സംഭവിക്കാം, പ്രകൃതിക്കും സംഭവിക്കാം. കാരണം ചന്ദ്രൻ ഇപ്പം ഈ പറയുന്ന 27 നക്ഷത്രക്കാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഉദിക്കുന്നതും. അത് വെളുത്ത പക്ഷമായാലും കറുത്ത പക്ഷമായാലും നമ്മുടെ ഭൂമിയിലേക്ക് ആ വെളിച്ചം വരുന്നത് ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും എല്ലാം ഗുണം ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് സൂര്യൻ്റെ പ്രകാശവും. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അതുകൂടി പറയാം. നമ്മൾ സൗരയൂഥം എന്താണ് എന്ന് പഠിക്കുമ്പോൾ 1 ബുധൻ, 2 ശുക്രൻ, 3 ഭൂമി, 4 ചൊവ്വ, 5 വ്യാഴം, 6 ശനി, 7 യുറാനസ്, 8 നെപ്റ്റ്യൂൺ, 9 പ്ലൂട്ടോ, ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഈ അസ്ട്രോളജി പഠിക്കുന്ന ജ്യോത്സ്യന്മാരാരെങ്കിലും ഭൂമിയെ രേഖപ്പെടുത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അസ്ട്രോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ എന്ത് മാറ്റമാണ് നടക്കുന്നത്? ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് കൊണ്ട് ഭൂമിയിലും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പഠന വിഷയം അസ്ട്രോളജിയിൽ ഭൂമിയാണ് പ്രധാനം. അതുകൊണ്ടാണ് ഭൂമിയെ അവിടെ കാണിക്കുന്നില്ല. നമ്മളൊരു ഈ ഗ്രഹനില വരച്ച് 12 കോളം വരച്ച് അതിനകത്ത് എഴുതുമ്പോൾ ഭൂമിയല്ല എഴുതുന്നത്, പകരം അവിടെ സൂര്യനെയാണ്. ഭൂമിയുടെ ഭ്രമണവും അതുപോലെ തന്നെ ചുറ്റും എല്ലാം തന്നെ കണക്കാക്കി 12 രാശിയിലായിട്ട് 360 ദിവസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭൂമിയെ സംബന്ധിച്ച കാര്യം സൂര്യനിലേക്ക് കൺവെർട്ട് ചെയ്താണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്തു, അത്രമാത്രം. ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഇവിടുത്തെ മനുഷ്യർക്ക് എന്താണ്, പ്രകൃതിക്ക് എന്താണ്, ജീവജാലങ്ങൾക്ക് എന്താണ്, അതാണ് അസ്ട്രോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതാണ് ഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് കാണുന്നത്. ഞാനീ പറഞ്ഞത് ചന്ദ്രനെയാണ്. ഈ ചന്ദ്രൻ മനസ്സിനെയും ബുദ്ധിയെയും ദേഹത്തെയും സുഖത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതിന് അതിൻ്റേതായ ചില വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അതാണ് ചന്ദ്രഗ്രഹണം. അതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അപ്പൊ ചന്ദ്രഗ്രഹണം നടക്കുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ചതയം നക്ഷത്രത്തിലാണ്. അപ്പൊ ചതയം നക്ഷത്രത്തിൽ അങ്ങനെ വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളെ കൂടി നമ്മൾ കണക്കാക്കണം. കാരണം തിരുവാതിര, ചോതി, ചതയം ഈ 3 നക്ഷത്രങ്ങളുടെയും നക്ഷത്രാധിപൻ ആരാണ് എന്ന് ചോദിച്ചാൽ രാഹുവാണ്. കാരണം ദശാപഹാരം എടുക്കുമ്പോൾ ഈ 3 നക്ഷത്രങ്ങളെയും നമ്മൾ രാഹുവാണ് ശിഷ്ടദശയായിട്ട് കണക്കൂട്ടുന്നത്. ഇവിടെ കുംഭൻ രാശിയിൽ നിൽക്കുന്നതും രാഹുവാണ്. കുംഭൻ രാശിയിലെ നക്ഷത്രമാണ് ഇവിടെ ചന്ദ്രഗ്രഹണമായിട്ട് വരുന്നത്. അപ്പൊ തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, രാഹു സഞ്ചരിക്കുന്നത് പൂരിട്ടാതിയിലാണ്. ഉത്തിരിട്ടാതിയിൽ നിന്ന് പൂരിട്ടാതിയിലേക്ക് വക്രഗതിയിൽ മാറിയ ഒരു ഗ്രഹമുണ്ട്, അത് ശനിയാണ്. ശനിയുടെ ക്ഷേത്രത്തിലാണ് രാഹു നിൽക്കുന്നത്. ശനിയുടെ ക്ഷേത്രമാണ് കുംഭം. അവിടെയാണ്, ആ രാശിയിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തിരിട്ടാതിയും പൂയവും അനിഴവും
ശനിയുടെ നക്ഷത്രമാണ്. ശനിയുടെ നക്ഷത്രം ഇപ്പൊ പൂരിട്ടാതി ആണെങ്കിലും ഉത്രട്ടാതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ഈ നക്ഷത്രക്കാർ, കാരണം ഇത് പ്രത്യേകിച്ച് പറയാൻ കാര്യം അവരുടെ നക്ഷത്രാധിപനും ശനി തന്നെയാണ്. അപ്പൊ ഉത്രട്ടാതിയും പൂയവും അനിഴവും ഈ 3 നക്ഷത്രക്കാര്, മുമ്പേ പറഞ്ഞ തിരുവാതിര, ചോതി, ചതയം, ഈ 3 നക്ഷത്രക്കാര്. ഇനിയുമുണ്ട് കേതു, പൂരം, ഭരണി, പൂരാളം. ഇതാണല്ലോ നക്ഷത്രാദികൾ. അതിൻ്റെ ഈ പൂരം, ഭരണി, പൂരം, പൂരാടം കേതു നിൽക്കുന്നത്, രാഹു കേതുക്കളെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. രാഹുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. കേതു നിൽക്കുന്നത് പൂര നക്ഷത്രത്തിലാണ്. അപ്പോൾ പൂര നക്ഷത്രത്തിൻ്റെ ആ അധിപൻ എന്ന് പറയുമ്പോൾ ഭരണി, പൂരം, പൂരാടം ശുക്രനാണ്. ഇനിയും രാഹു നിൽക്കുന്ന ക്ഷേത്രത്തിലാണ് ഗ്രഹണം നടക്കുന്നത്. തിരുവാതിര, ചോതി, ചതയം. ചതയം നക്ഷത്രത്തിലും പ്രധാനമായിട്ടും ഗ്രഹണം ദിവസമാണ്. അപ്പൊ രാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആയില്യമാണ്. ആയില്യം നക്ഷത്രമേ സർപ്പങ്ങൾക്ക് വേണ്ടി ഉള്ളത് എന്നാണല്ലോ സാധാരണ പറയുന്നത്. സർപ്പക്ഷേത്രങ്ങളിൽ പോലും ആയില്യമാണ് പ്രധാനം. ഇപ്പൊ കന്നിമാസത്തിലെ ആയില്യമായാലും തുലാമാസത്തിലെ ആയില്യമായാലും വെട്ടിക്കോട്ടായാലും മണ്ണാർശാല ആയാലും ആയില്യമാണ് പ്രധാനം. അപ്പൊ ആയില്യം, കേട്ട, രേവതി, ഈ 3 നക്ഷത്രം അതിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ആയില്യം, കേട്ട, രേവതി നക്ഷത്രക്കാരുടെ അധിപൻ എന്ന് പറയുമ്പോൾ ബുധനാണ്. അതും നമ്മൾ ഓർക്കണം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാര് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അല്ലാതെ ഇപ്പോൾ ഓരോ രാശിയുടെയും ഫലം പറയുന്നത് പോലെ ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് നമ്മൾ വിശദീകരിക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊന്നും വിശദീകരിക്കുന്നില്ല. എന്തായാലും ഗ്രഹണം ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നക്ഷത്രക്കാർ മാത്രമല്ല, ചന്ദ്രൻ അനുകൂലമല്ലാതെ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. വൃശ്ചികം രാശിക്കൂറുകാർ, വിശാഖം, അനിഴം, കേട്ട. ഈ വൃശ്ചികം രാശിക്കൂർ എന്ന് പറയുന്നത് ചന്ദ്രന്റെ നീചരാശിയാണ്. വൃശ്ചികം ഉച്ചരാശി എന്ന് പറഞ്ഞാൽ ഇടവമാണ്. അതായത് കാർത്തികയുടെ 2, 3, 4, രോഹിണി, മകയിരം, പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രം. അപ്പൊ ഇങ്ങനെ ഈ വൃശ്ചികൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരും അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമല്ലാതെ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ അവരും ഈ പറയുന്ന ദിവസം, അതായത് ചന്ദ്രഗ്രഹണം നടക്കുന്ന ദിവസം ശിവപാർവതി ഭജനം നടത്തണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം. കാരണം അന്നത്തെ ദിവസം ഉമാമഹേശ്വരി വ്രതത്തിന് പറ്റിയ ദിവസമായതുകൊണ്ട് ഒന്നത്. രണ്ടാമത്തെ കാര്യം, ചന്ദ്രൻ മാതാവാണ്, ദേവിയാണ്. അതുപോലെ ഈ ദേവിമാരിൽ പാർവതീ ദേവിയെയും സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അന്ന് വെളുത്തവാവാണ് അന്നത്തെ ദിവസം. അപ്പൊ വെളുത്തവാവ് എന്ന് പറയുമ്പോൾ ചന്ദ്രന് ഫുൾ പവറിൽ നിൽക്കുന്ന ദിവസമാണ്. ചന്ദ്രനെ അതിൻ്റെ പ്രകാശത്തെ പൂർണ്ണമായിട്ടും മറയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദേവി കടാക്ഷം നമുക്കുണ്ടാകണമെങ്കിൽ, മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കണമെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ഒരു സുഖം ഉണ്ടാകണമെങ്കിൽ, സുഖമില്ലാത്തവരൊക്കെ കാണുമല്ലോ, അതുപോലെ വീട്ടിലെ സ്ത്രീകൾ, അമ്മമാര്, ഇവർക്കൊക്കെ അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകണമെങ്കിൽ ഈ പറയുന്ന ശിവപാർവതി ഭജനം, ശിവനെ ഭജിക്കുക. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ശിവന് പ്രാധാന്യം വരുന്നത്. അപ്പൊ അന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പൊ അന്നത്തെ ഞായറാഴ്ച ദിവസം നിങ്ങൾ രാവിലെ ശിവക്ഷേത്രത്തിൽ പോവുക. അവിടെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, ഇപ്പോൾ ഒരു കൂവളമാലയെ കൊടുക്കാൻ പറ്റത്തുള്ളെങ്കിൽ അത് ചെയ്താൽ മതി. അതല്ല നിങ്ങൾക്കൊരു പുറകിൽ വളക്കാൻ പറ്റൂ, അത് ചെയ്താൽ മതി. ഇനി ധാര നടത്താൻ പറ്റുമെങ്കിൽ ധാര നടത്തുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്. കാരണം ആഡംബരപ്രിയനല്ല മഹാദേവൻ. എത്ര ഒരുക്കിയാലും, എത്ര മാത്രം ആഡംബരം കാണിച്ചാലും, എത്ര സുന്ദരനാക്കിയാലും പോരാ എന്ന് പറയുന്നത് കൃഷ്ണൻ വിഷ്ണുവൊക്കെയാണ്. ശിവന്, മഹാദേവന് അങ്ങനെയുള്ള ചിന്തയില്ല. അദ്ദേഹത്തെ ഒരുപാട് അങ്ങ് അലങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അലങ്കാരങ്ങളൊന്നും വേണ്ടാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് കൂവളമാലയോ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇച്ചിരി ഭസ്മം ജപിച്ച് തൊട്ട് തൊഴുത് പ്രാർത്ഥിച്ചാലും മതി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതേപോലെ തന്നെയാണ് തിങ്കൾ, അതാണല്ലോ ചന്ദ്രൻ.
ഞായർ സൂര്യൻ അച്ഛനാണെങ്കിൽ ചന്ദ്രൻ അമ്മയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരണകർത്താക്കളെ സൂചിപ്പിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും രാജാവും രാജ്ഞിയുമാണ്, ഭരണാധികാരികളുമാണ്. ഒരു കുടുംബത്തെ സൂചിപ്പിക്കുമ്പോൾ അത് നമ്മളെ പോറ്റി വളർത്തിയ അച്ഛനും അമ്മയുമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഈ 2 ദിവസത്തിന്റെയും പ്രാധാന്യം, അതായത് ഞായറാഴ്ച ദിവസത്തിന്റെയും ചന്ദ്രന്റെയും പ്രാധാന്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ദിവസം എല്ലാവരും, ഇന്നാരെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പിന്നെ കുറെ നാളിന്റെ പേര് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ 27 നക്ഷത്രക്കാരും അന്നത്തെ ദിവസം സന്ധ്യയ്ക്ക്, കാരണം രാത്രിയിലാണല്ലോ ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. പകല് നിങ്ങൾ ശിവന്റെ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തുകയോ ഒക്കെ ചെയ്താലും രാത്രിയിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് ദേവീനാമം ജപിക്കുക. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അല്ലാതെ ഒരുപാട് കാശ് ചെലവാക്കി നിങ്ങൾ പൂജ നടത്തുന്നതിലോ അതിലോ ഇതിലോ ഒന്നുമല്ല കാര്യം. അപ്പൊ ദോഷമാണ് ഏത് ഗ്രഹണമായാലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും പ്രകൃതിയിലും ഒക്കെ ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഗ്രഹണം. അതിൽ നിന്നൊരു മോചനം നമുക്കുണ്ടാകുന്നതിനാണ് വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് ദേവീ ഭജനം നടത്തണം എന്ന് പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ലൈക്ക് ചെയ്യും. ഞാനിത് നേരത്തെ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പേരും പറഞ്ഞ് ചിലരാരെങ്കിലും ചിലപ്പോൾ കോടീശ്വരയോഗോ രാജയോഗോ വേറെ ഏതെങ്കിലുമൊക്കെ യോഗോ ഒക്കെ പറയും. അതിനൊന്നും ഒരു കാര്യവുമില്ല. ഇതൊരു ശുഭകാര്യമല്ല. സൂര്യഗ്രഹണമായാലും ചന്ദ്രഗ്രഹണമായാലും ആ ദോഷത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തി നേടാം, അത് ഈശ്വരഭജനം കൊണ്ട് മാത്രമേ സാധിക്കൂ. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.